താൻ ആരാണോ? ആരാണ് സർ? താൻ ആരാണോ? അതാ ഞാൻ ചോദിച്ചത്, താൻ ആരാന്ന്? സർ, മലയാളത്തിൻ്റെ അധ്യാപകൻ. അല്ലേ? അതെ. എന്നിട്ട് ഇപ്പം താൻ ചെയ്തിട്ടുള്ള പ്രവൃത്തി നല്ലതാണോ? സാറേ, നല്ലതാണോ അല്ലയോ? ഇന്ന് സർ എനിക്ക് ഞാൻ ചോദിച്ചതിന് സമാധാനം കിട്ടിയാൽ മതി. നല്ലതാണോ അല്ലയോ? ആണ്. അല്ല. എന്ത്? നല്ലതാണ്. എന്ന് സാറേ മനസ്സിലായിട്ട സാറേ, ഒന്ന് തിരിഞ്ഞിട്ട. എടോ, ഈ ടീച്ചർമാർക്കൊക്കെ ഈ മൊബൈലിൽ വളരെ മോശമായിട്ടുള്ള മെസ്സേജ് അയക്കുന്ന പരിപാടി ഉണ്ടല്ലോ സാറേ, അത് നല്ലതാണോ എന്നാ ഞാൻ ചോദിച്ചത്. സാറേ, ഞാൻ വേറെ ആക്കയച്ചതാന്ന്. വേറെ ആൾക്കോ? അപ്പൊ തനിക്ക് ഇതന്നെ പരിപാടി? അല്ല സാറേ. അല്ല. എടോ, ആ മണ്ടോതിരി ടീച്ചർക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ താൻ രക്ഷപ്പെട്ടു. ഇനി മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല കേട്ടോ. പറ്റിപ്പോയി സാറേ, ഇത് പറ്റിപ്പോയതാണ്. എങ്ങനെ പറ്റിപ്പോയി? എൻ്റെ ഭാര്യക്ക് അയച്ചാന്ന്. തന്റെ ഭാര്യയ്ക്കാണോ അതാ ഈ വക മെസ്സേജൊക്കെ അയക്കണത്? ആരുമില്ല സാർ അയക്കാൻ വേണ്ടിയിട്ട്. ആരുമില്ല, ഭാര്യയില്ലു. അപ്പോൾ ഒന്ന് അയക്കണ്ടേ സാറേ? ഇത് വരുന്നതല്ലേ സാർ, ഇത് അങ്ങോട്ട് കൊടുക്കണ്ടേ? ഞാൻ തന്നോടൊരു കാര്യം പറയാം. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്. അറിയാം സാർ. ഇത് ഞാൻ ഓരോ മീറ്റിംഗിലും നിങ്ങളോടൊക്കെ പറയാറുള്ളതാണ്. എപ്പോഴും മാതൃകയാവണം, കുട്ടികൾക്ക് മാതൃകയാവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കലുണ്ട് സാറേ. ഞാൻ എന്ത് പറഞ്ഞാലും അതെല്ലാം വെറുതെയാണ്. നിങ്ങൾക്ക് ആർക്കും അതൊരു വിലയില്ല. ഇല്ല. എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനി ഇതുപോലെ എങ്ങാനും മെസ്സേജ് അയച്ചു ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഭാഷ ഞാൻ ഇവിടുന്ന് പിരിച്ചുവിടും. ഇല്ല സാർ, ഉണ്ടാവില്ല. അങ്ങനെ അങ്ങ് ഉണ്ടാവില്ല. എന്നാ ഭാഷ പോയിക്കോളൂ. ഒന്നും പറയണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇയാൾ മെസ്സേജ് അയച്ചെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പൊ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. പിന്നെന്താ? ഒരു ആങ്കൊച്ചും പെങ്കൊച്ചും തമ്മില് അവര് തമ്മില് കെട്ടിപ്പിടിച്ചു, ശരിക്കും ഹഗ് ചെയ്തു. പ്രസിഡന്റ് ചങ്ങായി മൊയ്തോ? എന്താ ഇപ്പൊ പഠിച്ചാകുമ്പോ തന്നെ ഏടോ ചെങ്ങായി, അന്നൊക്കെ എന്തിനാ ഈ സ്കൂളിൽ പി ടി എ പ്രസിഡന്റ് ആയിട്ട് കുത്തിയിരുത്തേക്കണത്? എന്റെ കാര്യം എന്താ കാര്യം? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്റെ തങ്ങൾ കാര്യം ഒന്ന് തെളിച്ച് പറയുന്നു. ഏടോ ചെങ്ങായി, നമ്മുടെ സ്കൂളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി കെട്ടിപ്പിടിച്ചത്. ഇതേനിപ്പോ കാര്യം? ഇതേണിപ്പോ കാര്യം. അപ്പൊ അനക്കതിലൊരു ബുദ്ധിമുട്ട് തോന്നല്ലേ? എന്ത് ബുദ്ധിമുട്ട്? കെട്ടിപ്പിടിച്ചോ നമ്മളൊന്നുമല്ലല്ലോ, ആ കുട്ടികളല്ലേ. അല്ലെങ്കിലും കോയക്കായി കെട്ടിപ്പിടിക്കുന്ന സുഖമുള്ള ഇടപാടല്ലേ. എന്നെ കൊണ്ട് കണ്ണി കണ്ട് പറയിപ്പിക്കണം. എന്റെ 4 കുട്ടികളാണ് ആ സ്കൂളിൽ പഠിക്കണത്. നേരെ ചൊവ്വ പഠിക്കട്ടെ വെച്ചിട്ടാണ് ആവശ്യം അവിടെ കൊണ്ടുപോയി. അല്ലെങ്കിൽ തന്നെ ഒരു ഒത്തിരി സമയം കിട്ടി എന്റെ മൊബൈൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലത്തെ ചീത്ത പടങ്ങൾ ഇരുന്ന് കാണാനാണ് ഒറ്റക്ക് പണി. അല്ല, അപ്പൊ നിങ്ങളുടെ മൊബൈലില് അയറ്റാലൊക്കെ ഉണ്ട്. ഞാൻ കുത്തിക്കയറ്റനല്ലോ, ഇത് ഇന്റർനെറ്റ് പറഞ്ഞ ഒരു ഹലാക്കുണ്ടല്ലോ, അതിന് നിർത്ത് കാണൂലോ അവറ്റേ. ആ ജാതിയാണ് സ്വഭാവം. അതിന് ഇതൊക്കെ കാണാൻ വേണ്ടി കണ്ടവാനും ജീവി ഉണ്ടല്ലോ. അതില് ജീവിയല്ല, ജീവി. കാര്യമൊന്നുമില്ല. ഈ ചോദിച്ചതിന് മറുപടി പറയണോ? അത് ഞാൻ ഹെഡ്മാസ്റ്ററോട് ചോദിച്ചു. ആ കുട്ടികൾ ചെറുപ്പം മുതലേ ചങ്ങായിമാരാണ്. അപ്പൊ ആ ചെക്ക സ്പോർട്സിൽ 1ാം സമ്മാനം മേടിച്ചപ്പോ പെൺകുട്ടി പോയിട്ടൊന്ന് കെട്ടിപ്പിടിച്ച്. അതിനിപ്പോ എന്താ അത്ര പുകില്? ഒരു പെൺകുട്ടി ഒരു ചെക്കനെ പോയി കെട്ടിപ്പിടിച്ചപ്പോ എന്താ പുകിലെന്നാ ചോദിക്കണേ? അനക്കാരും ഒന്നും തോന്നണില്ല അല്ലേ? എന്ത് തോന്നായി? ഈടാ ചെങ്ങായി, ഒരു നല്ല വാക്ക് 2 വർത്താനം അങ്ങോട്ട് പറയാന്നല്ലാണ്ട് പോയി അങ്ങോട്ട് കെട്ടിപ്പിടിക്കല. ഒരു കൺഗ്രാറ്റുലേഷൻ അങ്ങോട്ട് പറഞ്ഞാ പറയോ? എന്തോരം കിട്ടാനും നിൽക്കണ്ട. ഈ പറഞ്ഞതിന് മറുപടി പറയും. കൺഗ്രാറ്റുലേഷൻ. എന്ത് ഹലാക്കിയിലാവട്ടെ. അതെ, അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചോണ്ട് യാതൊരു കുഴപ്പമില്ല. ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാണ് നാട്ടില്. അതെ മൊയ്തോജി, ഇന്റെ വേസംകെട്ട ഇളക്കി കരുത്തിട്ട് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ കുട്ടികൾക്ക് വഴി തെറ്റാനുള്ള മാർഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നത്. ശരി, ആ ജാതി സ്വഭാവം കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. കാര്യങ്ങൾ സംസാരിച്ച പോരാ, മാതൃകാപരമായിട്ട് ശിക്ഷിക്കണമെന്ന്. അതിനത്ര എന്ത് തെറ്റാണ് ആ കുട്ടികൾ ചെയ്ത്? ഞാനൊക്കെ തെറ്റായിട്ട് തോന്നല്ലേ അച്ഛനാവുന്ന തെറ്റല്ലേ? ഇത് ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കണം എന്നെ. ശരി, ഇനി ജീവിതത്തിൽ അവർക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നരുത്. എന്നെ വേണ്ടേ? നിങ്ങൾ ചെല്ലി. ഞാൻ മുഖന്നെ കണ്ടു തേങ്ങി വേണ്ട. ഇത് പറഞ്ഞാൽ കേട്ടോ, അതിന്റെ സ്വഭാവം മാറും കേട്ടോ. ചെല്ലി ചെല്ലി. എന്റെ കുട്ടികളെ എനിക്ക് പേടി, അല്ലാണ്ട് മറ്റുള്ള കുട്ടികളല്ല. ഈ ജാതി ഓരോ കാട്ടുകൂട്ടിലിട്ട് എന്താ കുഴപ്പമെന്നാ ചോദിക്കണം. ഇയാൾക്ക് മൂലക്കുറിന്റെ സുഖം തോന്നുന്നു. മറിമായം